ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയാണ് ചിക്കൻ ഫ്രൈഡ് റൈസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് അതിനായി 2 ഗ്ലാസ് ബാസ്മതി റൈസ് എടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഹാഫ് ആൻ അവർ സോക്ക് ചെയ്ത് വെക്കാം. അടുത്തത് ഞാനിവിടെ 2 ബ്രസ്റ്റ് പീസ് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി ചെറുതായി കട്ട് ചെയ്ത ശേഷം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ മാരിനേഷൻ സമയം ഒരു 10 to 15 മിനിറ്റ്സ് ആണ്. മാരിനേറ്റ് ചെയ്യാനായി നമുക്കിതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളകും പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റിന് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഇടാനുള്ള എഗ്ഗ് പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ 1 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് മുട്ടയുടെ എണ്ണം വേണമെങ്കിൽ കൂട്ടാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിനായി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാവണ വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം ചൂടായ ശേഷം നമുക്കിവിടെ സോക്ക് ചെയ്തുള്ള നമ്മുടെ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ എണ്ണ, പിന്നെ 3 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് റൈസ് ഒരു 50% വരെ കുക്ക് ചെയ്തെടുക്കാം. റൈസ് കുക്കാവുന്ന സമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ എഗ്ഗും ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ്ചർ അതിലേക്ക് ഇട്ട ശേഷം ഒരു എഗ് ബുർജി ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ എഗ് ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് സെയിം പാനിൽ തന്നെ ഒരു 1/2 കപ്പ് എണ്ണ ഒഴിച്ച് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഈ ചിക്കൻ ഇവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമ്മുടെ റൈസിൽ ഇത് കിടക്കുമ്പോഴും സെപ്പറേറ്റ് ആയിട്ട് കിടക്കുള്ളൂ. ഈ ചിക്കൻ നമുക്ക് നന്നായി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇവിടെ റൈസ് വെച്ചുള്ള സെയിം പാത്രം തന്നെയാണ് ബാക്കി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അര കപ്പ് ക്യാരറ്റ്, അര കപ്പ് ക്യാപ്സിക്കം, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ചോളം, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച എഗ് ബുർജി, പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ബട്ടൺ. താങ്ക് യു.